എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർട്ടികളിൽ തിളങ്ങാനും ഗസ്റ്റിൻ്റെ മുമ്പിൽ സ്റ്റാറാവാനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിന്. കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ തോന്നില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ നല്ലൊരു പുഡിങ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. ചെറു ചൂടുള്ള പാലോ അല്ലെങ്കിൽ നല്ലോണം ചൂടുള്ള പാലോ ഒഴിച്ച് കൊടുക്കുക, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെറു ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് ചൂട് പോവണം. അപ്പോൾ പെട്ടെന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെറു ചൂടുള്ള പാലാണ് എടുത്തത്. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് കണക്കായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോഴാണ്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബൂസ്റ്റ് പെട്ടെന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറു ചൂടുള്ള പാലെടുക്കാൻ പറഞ്ഞത്. നല്ലോണം ചൂടുള്ള പാലെടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബൂസ്റ്റും കണ്ടൻസ് മിൽക്കും ഒക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ആവണം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിതാ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. 250 ml കപ്പിന് 1.5 കപ്പാണ് എടുത്തത്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലാക്കി എടുക്കണം. പിന്നെ ഞാൻ എടുത്തത് ഷുഗർ ചേർന്നിട്ട് വരുന്ന വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾ എടുക്കുന്നത് ഷുഗർ ചേരാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഇതിൽ മധുരത്തിന് കണക്കായിട്ടുള്ള കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ ഷുഗർ പൗഡറോ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ക്രീം നന്നായിട്ട് ബീറ്റായി കിട്ടും. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ ബീറ്റായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. നമ്മൾ പാത്രം ഇങ്ങനെ കമത്തുന്ന സമയത്ത് താഴേക്ക് പോകാൻ പാടില്ല. ഇതാ ഇതുപോലെ സ്പാച്ചുല കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ താഴത്തേക്ക് പോകരുത്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാനിതാ ഇതുപോലത്തെ ഒരു പാക്കറ്റ് മാൾട്ടീസ് മിഠായി എടുത്തിട്ടുണ്ട്. ഈ ഒരു മിഠായി തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും മിഠായി എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഞാനിതാ ഇതുപോലൊരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ ചോപ്പറിൽ അല്ലെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിലിപ്പോൾ മിഠായി ഒന്നും ഇല്ലെങ്കിൽ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് എടുത്താൽ മതി. പിസ്തയോ ബദാമോ അണ്ടിപ്പരിപ്പോ അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് ഇതുപോലെ ക്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ എടുത്താൽ മതി. അങ്ങനെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിതാ കുറച്ച് ബ്രെഡ് ഒന്ന് സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ബ്രെഡിനെ 2ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക. ബ്രെഡിനൊരു അളവൊന്നുമില്ല. നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക. ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ബൂസ്റ്റിൻ്റെ മിക്സ് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബ്രെഡിൻ്റെ ഓരോ പീസും എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഫുൾ കവറാകുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. സൈഡിൽ ഇതുപോലെ ചെറുതായിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ബ്രെഡിനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം വെച്ച് കൊടുക്കാൻ. ബ്രെഡെല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ക്രീം ഇട്ടിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു മിഠായി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. മിഠായി ഇല്ലെങ്കിൽ നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ബൂസ്റ്റിൻ്റെ മിക്സിൽ മുക്കിയതിന് ശേഷം ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കാം. എല്ലാം ഇതുപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് മുകൾ ഭാഗം ഷേപ്പാക്കി എടുക്കുക. നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ലെയറാക്കി എടുത്താൽ മതി.
വിപ്പിംഗ് ക്രീമെല്ലാം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു പൊടിച്ചെടുത്ത മിഠായി വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്താൽ മതി. കൈകൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പുറത്തിപ്പുറത്തെല്ലാം ആവുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. സ്പൂൺ കൊണ്ടാവുമ്പോൾ നല്ലതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നടുവിലായിട്ട് വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഓരോ മിഠായിയും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് ഹണി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നിക്കിൽ ഹണി അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയുമാണ്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ പുഡിങ്ങിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് വരാം. ഒരു 2 മണിക്കൂറോളം വെക്കുക. അപ്പോഴത്തേക്ക് നല്ലതുപോലെ തണുത്ത് സെറ്റായി കിട്ടും. അതിനുശേഷം കട്ട് ചെയ്ത് കാണിച്ചു തരാം. പുഡിങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചത്. ഇനി ഞാനിത് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും പുഡിങ് ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ വായിലിട്ട അലിഞ്ഞു പോകുന്ന രുചിയും, കഴിച്ചു തുടങ്ങിയാൽ നമുക്ക് നിർത്താനൊന്നും തോന്നൂല. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും